ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നറ് സീബ്രിൻ ഗ്രില്ല്, മുത്തബൽ, ഒറട്ടി. ഇതിൻ്റെ കൂട്ടത്തിൽ സുലൈമാനി ഉണ്ട് കേട്ടോ. മുത്തബൽ എന്ന് പറയുന്നത് നമ്മൾ ഗ്രില്ലിൻ്റെ കൂട്ടത്തിൽ ഹുമൂസ് കഴിക്കത്തിലെ സൈഡ് ഡിഷസായിട്ട് അതുപോലെയുള്ളൊരു ഹെൽത്തി ഐറ്റമാണ് മുത്തബൽ. ഈ മുത്തബൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നല്ല വലിപ്പമുള്ള കത്തിരിക്ക എടുക്കുക. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒമാൻ കത്തിരിക്കയാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒന്നെങ്കിൽ ഓവനിൽ ഗ്രില്ല് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ എന്നെപ്പോലെ ഡയറക്റ്റ് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ചുട്ടെടുക്കുക. അപ്പോൾ ഈ ഡയറക്റ്റ് ഗ്യാസിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കുമ്പോഴുള്ള കുഴപ്പം, ഇതിൽ നിന്നുള്ള നീര് ഗ്യാസ് സ്റ്റൗവിലെ ബർണറിലോട്ട് ഇറങ്ങിയിട്ട് അതിൻ്റെ ചെറിയ ചെറിയ ഹോളുകൾ അടയാൻ ചാൻസ് ഉണ്ട്. കാരണം എൻ്റെ ഗ്യാസ് സ്റ്റൗവിൽ ചെറിയ ചെറിയ ഹോള് അടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. അപ്പോൾ മാക്സിമം അത് നിങ്ങൾ ഈ അരിപ്പ പോലത്തെ പാത്രം ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ മേലെ വെച്ച് അതിൻ്റെ മേലെ കത്തിരിക്ക വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അത് നന്നായിട്ട് ഗ്രില്ല് ചെയ്ത ശേഷം അതിൻ്റെ മേലെയുള്ള തൊലി ഫുള്ള് മാറ്റിയ ശേഷം നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കുക. സ്മാഷർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്മാഷർ ഉപയോഗിച്ച് തന്നെ സ്മാഷ് ചെയ്യണം. ഞങ്ങൾ മിക്സിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട്. നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള മുത്തബൽ കിട്ടാൻ സ്മാഷറാണ് നല്ലത്. ഞങ്ങൾക്ക് നല്ല ടേസ്റ്റ് വൈസ് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇച്ചിരി ലൂസായോ എന്ന് ചെറിയൊരു ഡൗട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഒരുപാട് നേരം ഇട്ടത് അടിച്ചായിരുന്നു, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 4-5 വെളുത്തുള്ളി കൂടി വേണം. അപ്പോൾ കത്തിരിക്ക സ്മാഷ് ചെയ്തത്, വെളുത്തുള്ളി, പിന്നെ ഒരു നാരങ്ങയുടെ നീര് ഫുള്ളായിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. നാരങ്ങയുടെ നീര്, പിന്നെ 2 സ്പൂൺ യോഗർട്ട്. മെയിനായിട്ട് വേണ്ടത് തഹീനയാണ്. തഹീന എന്ന് ഞാൻ ഇതുണ്ടാക്കുന്ന സമയത്ത് കണ്ട ഇതാണ് കേട്ടോ ഐറ്റം, തഹീന. അത് 2 സ്പൂൺ വേണം. അത് ടേസ്റ്റ് വൈസ് എനിക്ക് പീനട്ടിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കുക. സ്മാഷർ, ഞാൻ പറഞ്ഞ പോലെ സ്മാഷർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്മാഷർ വെച്ച് തന്നെ അത് സ്മാഷ് ചെയ്തെടുക്കാൻ നോക്കുക. പക്ഷെ അടിപൊളി ടേസ്റ്റാണ്, ഹെൽത്തി ഐറ്റമാണ്. നമ്മൾ ഹുമൂസ് പോലെ ഹെൽത്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇച്ചിരി ഒലിവ് ഓയിലും മല്ലിയിലയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്തു നോക്കണം. ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ഇടുക. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.